ഓ ബൈ ഓസി. രണ്ടാമതൊരു വീഡിയോ ഇടേണ്ടി വന്ന ഒരു കമൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. എനിക്ക് വന്നൊരു കമൻറ്റാണ്, ടാക്സ് വെട്ടിപ്പിനെ പറ്റി എന്താ ആരും ഒന്നും പറയാത്തെന്ന്. തീർച്ചയായിട്ടും ടാക്സ് വെട്ടിപ്പ് അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മാത്രം മതി. മുമ്പ് ഇവർ അച്ഛനും മക്കളും കൂടെ ചേർന്നിട്ട് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു എന്നും അതിൻ്റെ പബ്ലിഷ് ചെയ്യുന്നത് കണ്ടിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആരെങ്കിലും ഇവർ ട്രസ്റ്റ് ബേസ് ചെയ്ത് എന്തെങ്കിലും സപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഐ മീൻ ചാരിറ്റി എന്തെങ്കിലും? ഇല്ല. ചാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ള പരിപാടിയാണ്. ഇവിടെ കള്ളപ്പണം വെളുപ്പിയിലാണ് അച്ഛനും മക്കളും നടത്തിയത് എന്നുള്ളതിൻ്റെ തെളിവാണ് ആ ട്രസ്റ്റ്. ഓർമ്മയുണ്ടോ എന്തോ നിങ്ങൾക്കൊക്കെ? എൻ്റെ ഓർമ്മയിൽ അതുണ്ട്. ട്രസ്റ്റ് രൂപീകരിച്ച ശേഷം ട്രസ്റ്റിനെ ബേസ് ചെയ്ത് ഇവരെന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്നതായിട്ട് പബ്ലിക്കിൽ ഇട്ടോ, നിൽക്കുന്നത് നടക്കുന്നത് തുപ്പിടും ദൂരണതും ഒക്കെ എടുത്തിടുന്നവർക്ക് അങ്ങനെ ഒരു വശം ഉണ്ടെങ്കിൽ അത് ഇടത്തില്ലേ? അപ്പോൾ പൈസ വെട്ടിക്കാൻ വേണ്ടി തന്നെയാണ് അവരത് ചെയ്തത്. ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ജാതിയും ജാതീയവാലും ഒന്നും ഈ ഒരു വിഷയത്തിലില്ല. ജാതി ഇത് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് അതൊന്നും പരിക്കത്തില്ല. ഓസി നിസ്സാരമായി രക്ഷപ്പെട്ടു. കാരണം ഒരൊറ്റ കാര്യം, അവളുടെ പൈസ ആ കുട്ടികൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. കള്ളികളാ 3 പേരും നന്നായി പൈസ മുക്കിയിട്ടുണ്ട്. 1-2 8 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തെങ്കിൽ അത് നിസ്സാരമല്ലല്ലോ. ഇവിടെ പ്രശ്നം വഷളായത് എവിടെയാണെന്ന് അറിയാമോ? 15 ലക്ഷം രൂപയുടെ ചെക്ക് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും കൃഷ്ണകുമാർ ഒപ്പിട്ട് വാങ്ങിച്ചു. അതിന് ഇവരെ കടത്തിക്കൊണ്ടുപോയി വെച്ച് ഭീഷണിപ്പെടുത്തി തന്നെയാണ് ആ പൈസ, ആ ചെക്ക് ഒപ്പിട്ട് വാങ്ങിച്ചത്. ആ പൈസ നഷ്ടം വരാതിരിക്കാനാണ് പിള്ളേർ പുറത്തേക്ക് ഇറങ്ങി. അല്ല, അതിനകത്തൊരു ഗൂഢാലോചനയും ഒരു സപ്പോർട്ടും ഒന്നുമില്ല. ഇത് കാര്യവിവരം മനസ്സിലാക്കിയ പോലീസാണ് ഇവർക്കെതിരെ കേസെടുത്തത്. അധികാരത്തിലിരിക്കുന്ന അല്ല അധികാരവർഗ്ഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന കൃഷ്ണകുമാറിനെ പകയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ആ കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് കൊണ്ടായിരിക്കാം അതിനെതിരെ ആക്ഷൻ വന്നിട്ടുള്ളത്. ഏതായാലും ശങ്കി പോലീസാണോ മങ്കി പോലീസാണോ എന്ന് എനിക്കറിയത്തില്ല. ഇവരുടെ കേസിനെയാണ് ഹൈലൈറ്റ് ചെയ്ത് ന്യൂസിലേക്ക് ഇട്ടുകൊടുത്തത്. അവർ ഉദ്ദേശിച്ചത് ആളുകൾ എടുത്തു വെച്ച് പറയുക ഇവരുടെ ടാക്സ് വെട്ടിപ്പ് തന്നെയായിരിക്കും എന്നുള്ളതാണ്. സത്യത്തിൽ ടാക്സ് വെട്ടിപ്പ് ഉണ്ട്. അല്ലെങ്കിൽ ഈ പെൺകുട്ടികളുടെ പേർക്ക് വരുന്നതിന് പൈസ വരുത്തിക്കണം. ഇപ്പോൾ കൃഷ്ണകുമാറിന് 4 മക്കൾ, അത് പോരാതെ കൃഷ്ണകുമാറിൻ്റെ ഭാര്യയുണ്ട്, അവരുടെ കുറേ ബന്ധുക്കളുണ്ട്. എന്തേ അവരുടെ ആരുടെയും പേർക്ക് പൈസ വരുത്തിക്കാതെ ഈ പെൺകുട്ടികളുടെ പേർക്ക് തന്നെ പൈസ വരുത്തിച്ചത്? അതിനകത്ത് തന്നെ ഉണ്ട് ടാക്സ് വെട്ടിക്കാൻ തന്നെയാണ്. ഈ ട്രസ്റ്റ് എന്ന രീതിയിൽ ഒരു ഓർഗനൈസേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആക്ടിവിറ്റീസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുമില്ല. അപ്പോൾ അത് ജസ്റ്റ് അവർ ഓപ്പൺ ചെയ്ത കാരണം തന്നെ ഇവർക്ക് വരുന്ന ഫണ്ട് അതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, അത് വക മാറ്റിയാൽ അത് വെളുത്ത പണിയാവും. അതിന് വലിയ ചോദ്യങ്ങളൊന്നുമില്ല. ടാക്സ് വെട്ടിക്കുക എന്നുള്ളത് അച്ഛനും മക്കളും നിരന്തരം ചെയ്തിരുന്ന ഒരു കാര്യമാണെന്നുള്ളത് കൃത്യമാണ്. നമുക്കൊക്കെ ചാനലുള്ളത് കൊണ്ട് എത്ര രൂപ വരുമെന്നൊക്കെ അറിയാം. ചെറിയ വ്യൂക്ക് തന്നെ അത്യാവശ്യം ഒരു കുടുംബം നടന്നു പോകാനുള്ള പൈസ കിട്ടാറുണ്ടെങ്കിൽ ഇത്രയൊക്കെ വ്യൂ ഉള്ള ഇവർക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപ ബാങ്കിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പേളി മാണിയെ പോലീസ് പരിശോധിച്ചത് ഓർമ്മയുണ്ടോ? അപ്പോൾ അത്രത്തോളം ക്യാഷ് ബാങ്കിലേക്ക് വരുന്നതിൻ്റെ പേരിൽ ടാക്സ് അടയ്ക്കാതെ അത് വെട്ടിച്ചതിൻ്റെ പേരിലാണ് പോലീസ് അങ്ങനെ ഒരു ചെക്കിങ്ങും കൊണ്ട് വന്നിട്ടുള്ളത്. ഇവർക്ക് പിന്നെ അങ്ങനെ ചെക്കിംഗ് ഒന്നും വരത്തില്ല, കാരണം പിടിപാടങ്ങ് കേന്ദ്രത്തിലല്ലേ, അതുകൊണ്ട് വരാൻ സാധ്യത കുറവാണ്. പക്ഷേ അതുകൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടയില്ല എന്ന് പറയാനാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. പൂർണ്ണമായും ഇതിനകത്ത് ഓസി ടാക്സ് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പെൺകുട്ടികളുടെ പേർക്ക് പൈസ വരുത്തിച്ചിട്ടുള്ളത്. അറിയില്ല, തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താലും എന്തുകൊണ്ട് അവരെ പേർക്കൊന്നും അവരെ കള്ളികളാക്കി രക്ഷപ്പെടാൻ ഓസി നിൽക്കരുത്. ഓസി ടാക്സ് വെട്ടിപ്പ് നടത്താൻ വേണ്ടി തന്നെയാണ് ആ കുട്ടികളുടെ പേർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തത്. 1-2 ഒക്കെ അറിയാതെ പോകാം. മാസങ്ങളായി നടക്കുന്ന ഈ ട്രാൻസ്ഫർ ഈ കുട്ടി അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ് എന്നുള്ളത് വസ്തുത. ശുദ്ധ നുണയാണ്. കാരണം ഇത്രയധികം വരും, എൻക്വയറീസ് വരും. ഇതൊക്കെ നോക്കുന്നത് ആരാണ്? ആർ ത്രൂ ആണ്. CCTV വെച്ച് ആ കുട്ടികളെ സ്ക്രീൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി ഓസി ചെയ്യില്ലെന്നോ? ഓസിക്ക് അത്രയും ഭാരിച്ച പണിയുണ്ടോ? ഇല്ലല്ലോ. തീർച്ചയായിട്ടും ആ പെൺകുട്ടികളുടെ പേർക്ക് പൈസ വരുന്നുണ്ടായിരുന്നു, അത് അവരെടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. സത്യമാണത്. അതിൻ്റെ പേരിൽ 5000-10,000 കൊടുക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടികൾക്ക് തീർത്തും നന്ദിയില്ല. ഇത്രയും നല്ലൊരു ജോലി, അതിൻ്റെ ഒപ്പം തന്നെ അവൾ കുറച്ച് മനസ്സറിഞ്ഞ് കൊടുക്കുന്ന ഒരു രീതി മോസിക്കുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് അവളെ നിന്ന് പിന്നെയും കക്കാൻ നിന്നതാണ് തവറ വന്നു പോയത്. അത് 1-2 അല്ല കേട്ടോ, 8 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ പങ്കുവെച്ചെടുത്തതിൻ്റെ ലെവലൊന്ന് ആലോചിച്ച് നോക്കുക. 50,000-60,000 ഒക്കെയാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. 8 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രത്തോളം തുക ഇവർ അടിച്ചു മാറ്റി എന്ന് തന്നെയാണ് അർത്ഥം. പ്രശ്നം വഷളായത് ആ 15 ലക്ഷം രൂപയുടെ ചെക്ക് ഇവർ ഒപ്പിട്ട് വാങ്ങിച്ചപ്പോഴാണ്. ഓരോരുത്തരും 15 ലക്ഷം രൂപയുടെ ചെക്ക് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും. അതിനെ ഇവരെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ്
ഈ ചെക്ക് ഒപ്പിട്ട് വാങ്ങിക്കുന്നത്. അതിൻ്റെ പേരിലാണ് കേസെടുത്തത്. പ്രത്യക്ഷ പിന്നെ പോലീസുകാർക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. പിടിച്ചോണ്ട് പോയല്ലോ, ഞാൻ വണ്ടി അയക്കും, അതിനകത്ത് കയറി വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അത് പിടിച്ചൊലിച്ച് കൊണ്ടുപോയില്ലെങ്കിലും സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരിടത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള തെളിവല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ആ പെൺകുട്ടികൾ കൊടുത്ത കേസ് ആപ്റ്റാണ്. ഇനി ഈ പറഞ്ഞ ടാക്സ് വെട്ടിപ്പ്, ഇതിൻ്റെ ഇടയിൽ കൂടെ മുക്കാൻ നോക്കുന്ന ഒരു വലിയ കാര്യമാണ് ടാക്സ് വെട്ടിപ്പ്. OC പൂർണ്ണമായി അത് ചെയ്തിട്ടുണ്ടെന്നുള്ള തെളിവാണിത്. തെളിവ് കൊണ്ടൊരു ഞാൻ പറയട്ടെ, എനിക്ക് ജാതിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സ്റ്റൈലിൽ ഇരുന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കൊച്ചെ. നല്ലൊരു എൻ്റർപ്രണറാണ്, അത് തർക്കമൊന്നുമില്ല, ബിസിനസ് വുമൺ തന്നെയാണ്. ഈ വയസ്സിൽ ഈ ബുദ്ധിയൊക്കെ തോന്നിയത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ കുബുദ്ധി കൂടുതലുണ്ടെന്നുള്ളത് മനസ്സിലായി. ഒന്നുമില്ലെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ, ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന ഒരാൾ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വെട്ടിപ്പുകൾ നടത്തിയാൽ അതിൻ്റെ പാർശ്വഫലം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് വസ്തുത. ആ പെൺകുട്ടികൾക്ക് അത് കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയി. ഇനി അവരാരും വിശ്വസിക്കാനും പോകുന്നില്ല, കാരണം കള്ളികളാണല്ലോ. ആ പെൺകുട്ടികൾ തന്നെയാണ് സ്വയം കുഴി കുഴിച്ചത്. ചിലപ്പോൾ ഈ 15 ലക്ഷം രൂപ ഇനി കൊടുക്കേണ്ടി വരും എന്നുള്ള ഭയപ്പാടിലായിരിക്കും പിള്ളേരിങ്ങനെ ഒരു എഫർട്ട് എടുത്താൽ. അത് ഇതിൻ്റെ പിന്നിൽ ആളുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ കൃഷ്ണകുമാരനെ മക്കളെയും കുടുക്കിയിട്ട് വേണം ആളുകൾക്ക്. അങ്ങനെ ഒരു ഭയങ്കര സംഭവമൊന്നും അല്ലല്ലോ പുള്ളിക്കാരൻ. പക്ഷേ ഇത് തീർച്ചയായിട്ടും പെൺകുട്ടികൾ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്നതിന് ജാതിക്കാടൊക്കെ പറയുന്നതിൽ 1% വരെ ശരിയുണ്ട്. ഇപ്പോഴതില്ല, മുൻപൊക്കെ അങ്ങനെ കളിയാക്കിയിട്ടുണ്ടാകും. പിന്നെ അവർ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ മീമിക്ക് ഇറങ്ങി, അതൊക്കെ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണെങ്കിൽ അത്തരം വാക്കുകൾ OCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. OC തെറി വിളിച്ചിട്ടുണ്ട്, OC മോശം പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പറയും. കാരണം സ്വാഭാവികമാണ്, 1 രൂപ പോയാലും നമുക്ക് ദേഷ്യം വരും. ഇപ്പോൾ ഇത്രയും കാശ് പോകുമ്പോൾ തീർച്ചയായിട്ടും OC തെറി വിളിച്ചില്ലെങ്കിൽ അതിശയമുള്ളൂ. ആകെ മൊത്തത്തിൽ OC അത്ര ഓസൊന്നും അല്ല, നല്ല മാന്യൊന്നും അല്ല എന്ന് ചുരുക്കം. അന്വേഷിക്കേണ്ടത് നമ്മളല്ല. ടാക്സ് വെട്ടിപ്പ് നടത്തിയെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അതിൻ്റെ എൻക്വയറി നടത്തേണ്ടവർ എൻക്വയറി നടത്തണം. ഇത്തരക്കാർ സ്റ്റാഫുകളുടെ പേർക്ക് പൈസ കടത്തുന്ന ഒരു പരിപാടി ഉണ്ട്, അത് മിക്കയിടങ്ങളിലും ഉണ്ട്. അത് നിർത്തലാക്കണം കർശനമായിട്ട്. ഒരു പടി കൂടെ മുന്നോട്ട് ചിന്തിച്ച് വേറെ ടെക്നിക്കിൽ കൂടി തന്നെ സ്റ്റാഫുകളുടെ പേർക്ക് പൈസ വാങ്ങിക്കുന്നവർ ഓർത്തുകൊള്ളുക. നിങ്ങൾക്ക് നിങ്ങളുടെ പണം ക്രയവിക്രയത്തിന് ഓക്കെ, മറ്റൊരാളുടെ ചെയ്യുമ്പോൾ അയാൾ സേഫും നിങ്ങൾ കുരുക്കിലും ആവുമെന്നുള്ളതാണ്. ആകെ മൊത്തത്തിൽ വട്ടത്തിൽ മൂഞ്ചിയിരിക്കുകയാണ് 3 എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെ കഥകളാണ്. അതിലൊരു പെൺകുട്ടി പറയണേ, എൻ്റെ ഭർത്താവ് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ അയക്കുന്നു. ആണോ? എന്നിട്ടാണ് ഈ പണിക്ക് ഇറങ്ങിയത്. എന്തായാലും കൊള്ളാം, സ്വയം പര്യാപ്തത പെൺകുട്ടികൾക്ക് ഉണ്ടാകണമെന്നുള്ളത് സത്യമാണ്. പക്ഷേ മോഷണം ഭയങ്കര ബോറ് പരിപാടിയാണ്. അവളുടെ എഫർട്ട് തന്നെയാണ്. ഇടയ്ക്ക് ഈ കുട്ടികൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഓവർ ടൈം വർക്ക് ചെയ്യുന്നു, ഞങ്ങളാണ് ഇത് നിലനിർത്തിയത്. ചുമ്മാ എന്തെങ്കിലും പറയല്ലേ. ആ കമ്പനി, ആ ഒരു സംവിധാനം അത് പൂർണ്ണമായും OCക്ക് അവകാശപ്പെട്ടതാണ്. അവളുടെ സഹോദരങ്ങൾക്ക് പോലും അതിനകത്ത് ഒരിതില്ല. കാരണം അവൾ തനിച്ച് തന്നെ അത് ഉണ്ടാക്കിയെടുത്തിട്ടത് നല്ല കൃത്യമായിട്ടത് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. എവിടെയോ ആ കുട്ടിക്ക് വയ്യായ്മ വന്ന സമയത്ത് നിങ്ങൾ കുറച്ച് കൂടുതൽ കൈയിട്ട് വാരി. കാലങ്ങളായി നിങ്ങൾ കൈയിട്ട് വാരുന്നതൊക്കെ തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അവളത് റെഫർ ചെയ്ത ശേഷം അങ്ങനെ വാരിയിട്ടില്ല വെച്ചാൽ അവൾ ആ ചെക്ക് പാസ്സാക്കിയൊന്നുമില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ ഭയപ്പെട്ടു പോയി. നിങ്ങൾ വിചാരിച്ചു പബ്ലിക്കിൽ അവൾക്കുള്ള ആ ഒരു ബാഡ് ഇമേജിനെ പിടിച്ച് നിങ്ങൾ കൂടുതൽ അവളെ ഇട്ട് ഉപദ്രവിക്കാമെന്നൊരു തെറ്റിദ്ധാരണയിൽ അവളെ അങ്ങ് കയറി മേഞ്ഞതിലാണ് ഈ പ്രശ്നം അത്രയും വന്നത്. OCക്ക് കുറച്ചുകൂടെ അന്തസ്സുണ്ടെങ്കിൽ ടാക്സ് പേയ്മെൻറ്റ് കൊടുത്ത ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ അവർ കാണിക്കട്ടെ ഇവർ കാണിക്കട്ടെ, നിങ്ങൾ കൊടുത്ത ടാക്സ് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് പുറത്ത് വിടുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. അതൊന്നും ഇപ്പോൾ ആരും ചോദിക്കത്തില്ല, നമ്മൾ ചോദിച്ചാലും മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. ബട്ട് സ്റ്റിൽ ടാക്സ് വെട്ടിപ്പ് നടത്തി എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ആ പെൺകുട്ടികളുടെ പേർക്ക് പൈസ വരുത്തേണ്ട കാര്യം എന്താ? അതിനകത്ത് തന്നെ ടാക്സ് വെട്ടിപ്പില്ലേ. പിന്നെ ട്രസ്റ്റ് ഉണ്ടല്ലോ, ട്രസ്റ്റിലേക്ക് പൈസ കിട്ടും. ആ പൈസ OCയുടെ അക്കൗണ്ടിലേക്ക് പോലും കൊടുത്തിട്ടുണ്ടാകത്തില്ല, പയ്യെ കൊണ്ടുപോയി ട്രസ്റ്റിലിടും. ട്രസ്റ്റിൽ നിന്ന് വൈറ്റ് മണിയായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് വസ്തുത. അല്ലെങ്കിൽ പിന്നെ എടുത്തോ പിടിച്ചോ ഒന്നുമില്ലാതിരുന്ന 0 ഡിഗ്രിയിൽ നിന്നവർ പെട്ടെന്ന് ഫ്ലാറ്റ് വാങ്ങുന്നു, കാറ് വാങ്ങുന്നു, എന്താ അല്ലേ? അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമാണ്. അത് ടാക്സ് വെട്ടിക്കാൻ നന്നായിട്ട് അറിയുന്ന ഫാദറാണ് കൂടെ ഉള്ളതെന്നും വ്യക്തം. എന്തായാലും തെളിവുകൾ സംസാരിക്കട്ടെ. നമ്മളിതിനകത്ത് നമ്മളെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. അവനവൻ ചോദിച്ച് വാങ്ങിച്ച ഒരു വൃത്തികെട്ട ജീവിതമാണ് ഇനി അവർ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. മുക്കുവരെ പറ്റി പറയുന്നത് ചില ഇടങ്ങളിൽ ചിലരുണ്ട്. സത്യത്തിൽ കടപ്പുറത്തൊക്കെ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റൊരു ആർമിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മനുഷ്യരാണ്. അവർക്ക് ഭയങ്കര നീതിബോധവും സത്യമുള്ളവരെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും തെറ്റിത്തരം കാണിച്ചാൽ കടൽ പണി കൊടുക്കുമെന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ്. അവർക്കിടയിൽ നിന്ന് ഇങ്ങനെ ഒരു കുരുത്തുരുമുണ്ടായത് കഷ്ടമെന്നല്ലാതെ ഒന്നും പറയാനില്ല. അതിപ്പോൾ അങ്ങനെയാണല്ലോ, നമുക്ക് എല്ലാവരെയും വിശ്വസിക്കാൻ ഒക്കത്തില്ലല്ലോ. പക്ഷേ ഇത് ഭയങ്കര ബോറായിപ്പോയി. ഇത്ര തൻ്റെ അടുത്തോടു കൂടി നിങ്ങളിത് അടിച്ചു മാറ്റാൻ പോയെടുത്ത് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു OCയെ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ.
എൻ്റെ കമൻസിൽ കൂടെയാണ് എനിക്ക് ഇങ്ങനെ ഒരെണ്ണം പറയാൻ തോന്നിയത്. തീർച്ചയായിട്ടും ടാക്സ് വെട്ടിപ്പ് അവിടെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഞാനും അതിന് യോജിക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ OC കറക്റ്റാണ്. കാരണം OC പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. OC പറ്റിക്കപ്പെടാനുള്ള കാരണം OC തന്നെയാണ്. അവരുടെ പേർത്തുകൂടെ ഈ പൈസ അടിച്ചു മാറ്റിയപ്പോൾ മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ അവർക്കുണ്ടെന്നും അഥവാ പൈസ അടിച്ചു മാറ്റിയത് പിടിക്കപ്പെട്ടാലും തങ്ങൾ സേഫ് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പെൺകുട്ടികൾ ചെയ്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. താങ്ക് യു.